നമസ്കാരം, ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. പാലപ്പിള്ളി വെള്ളിക്കുളങ്ങര വനമേഖലയിൽ വന്യജീവികളുടെ ആക്രമണം തടയുന്നത് സംബന്ധിച്ച് കെ രാമചന്ദ്രൻ MLA യുടെ അധ്യക്ഷതയിൽ ബന്ധപ്പെട്ടവരുടെ യോഗം ചേർന്നു. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന ആമ്പല്ലൂർ ബൈബിൾ കൺവെൻഷൻ ആബ 2024 ബുധനാഴ്ച തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുറുമാലിപ്പുഴയിൽ താൽക്കാലിക ചിറകളുടെ നിർമ്മാണം ചൊവ്വാഴ്ച ആരംഭിക്കും. ചിറ നിർമ്മാണത്തിന്റെ ഭാഗമായി ചിമ്മിനി ഡാമിൽ നിന്നുള്ള ജലവിതരണം നിർത്തി. പറപ്പൂക്കര പഞ്ചായത്തിലെ നവീകരിച്ച മുത്രത്തിക്കര കൈരളി അങ്കനവാടി തുറന്നു. കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പാലപ്പിള്ളി വെള്ളിക്കുളങ്ങര വനമേഖലയിൽ കാട്ടാനക്കൂട്ടം ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ ആക്രമണം തടയുന്നത് സംബന്ധിച്ച് കെ രാമചന്ദ്രൻ MLA യുടെ അധ്യക്ഷതയിൽ ബന്ധപ്പെട്ടവരുടെ യോഗം ചേർന്നു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ, മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ, തൃശൂർ CCF R അടലരശൻ, ചാലക്കുടി DFO വെങ്കടേശ്വർ, പാലപ്പിള്ളി വെള്ളിക്കുളങ്ങര റേഞ്ച് ഓഫീസർമാർ, വിവിധ പ്ലാന്റേഷൻ കമ്പനി പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. മേഖലയിലെ മനുഷ്യ വന്യജീവി സംഘർഷം തടയുന്നതിന് ആവശ്യമായ നടപടികളെ സംബന്ധിച്ച് റിപ്പോർട്ട് ചാലക്കുടി DFO അവതരിപ്പിച്ചു. പ്ലാന്റേഷൻ കമ്പനികൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സഹകരണത്തോടെ അടിക്കാടുകൾ വെട്ടിമാറ്റുന്നതിനായി നടപടികൾ സ്വീകരിച്ചതായി പ്ലാന്റേഷൻ പ്രതിനിധികൾ അറിയിച്ചു. ഈ പ്രവർത്തനം കാര്യക്ഷമമായി കാലതാമസം കൂടാതെ പൂർത്തിയാക്കാൻ MLA യോഗത്തിൽ നിർദ്ദേശിച്ചു. ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ച വനമിത്ര പദ്ധതി നടപ്പിലാക്കാൻ ആവശ്യമായ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും MLA യോഗത്തിൽ ആവശ്യപ്പെട്ടു. വന്യജീവികളുടെ സാന്നിധ്യം അറിയിക്കുന്ന വാട്സപ്പ് ചാനൽ അലാം സിസ്റ്റം, SMS അലാം സിസ്റ്റം എന്നിവ നടപ്പാക്കും. പെട്രോളിംഗ് കാര്യക്ഷമമാക്കും. ഡ്രോണുകൾ ഉപയോഗപ്പെടുത്തി നിരീക്ഷണങ്ങൾ നടത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. തകർന്ന സോളാർ ഫെൻസിങ്ങുകൾ മാറ്റി സ്ഥാപിക്കുന്നതിനും പുതുതായി സ്ഥാപിക്കേണ്ട സ്ഥലങ്ങളെ സംബന്ധിച്ചും റിപ്പോർട്ട് തയ്യാറാക്കി ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. വനം വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ വന്യജീവി ആക്രമണങ്ങൾ രൂക്ഷമായ സ്ഥലങ്ങൾ സന്ദർശിച്ച് അത് പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികളെ സംബന്ധിച്ച റിപ്പോർട്ട് മാർച്ച് 5 തയ്യാറാക്കി സമർപ്പിക്കും. വന്യജീവി ആക്രമണം രൂക്ഷമായ സ്ഥലങ്ങളിൽ ട്രെഞ്ചിങ്, സൗരോർജ്ജ വേലി സ്ഥാപിക്കൽ ഉൾപ്പെടെയുള്ള സുരക്ഷാ നടപടികൾക്കായി എസ്റ്റിമേറ്റ് തയ്യാറാക്കി നബാർഡ് ഫണ്ട് ഉൾപ്പെടെയുള്ള ഫണ്ട് ലഭ്യമാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ കെ രാമചന്ദ്രൻ MLA നിർദ്ദേശിച്ചു. പല മേഖലകളിലും നമ്മുടെ കേരളത്തിൽ വന്യജീവി സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് നമ്മുടെ നിയോജക മണ്ഡലത്തിലെ പാലപ്പിള്ളി മേഖലയിൽ ലാസ് എന്ന് പറയുന്നത് ഒരു 25,000 അപ്രോക്സിമേറ്റ്ലി ഒരു 25,000 മരത്തിന്റെ ലാസാണ് പോയിരിക്കുന്നത്. 25,000 പറയുന്നത് ഞങ്ങളുടെ സിസ്റ്റംസ് അനുസരിച്ച് ഞങ്ങൾക്ക് അതൊരു പ്രശ്നമാണ്. ഞങ്ങളുടെ വൈറ്റേഴ്സൊക്കെ പല പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞു ഇവരുമായിട്ട് സംസാരിക്കുമ്പോൾ പല ആൾക്കാരും എതിരിടാൻ വരുന്നുണ്ട്. ചില ആളുകൾ മനസ്സിലാവും, ചില ആളുകൾക്ക് പല കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. വലിയ ഗ്യാങ്ങൊക്കെ വരുമ്പോൾ അവർ നിങ്ങളുടെ ഒന്നല്ല. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന ആമ്പല്ലൂർ ബൈബിൾ കൺവെൻഷൻ ആബ 2024 ബുധനാഴ്ച തുടക്കമാകുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാർച്ച് 3 വരെ വൈകിട്ട് 4:30 മുതൽ 9:30 വരെ ആമ്പല്ലൂർ ജോർജ് ടൗണിലാണ് കൺവെൻഷൻ. ഫാദർ ഡാനിയൽ പൂവണ്ണത്തിൽ കൺവെൻഷൻ നയിക്കും. ബുധനാഴ്ച വൈകിട്ട് 6 തൃശൂർ അതിരൂപത മെത്രാപ്പോലിത്ത മറാൻഡ്രൂസ് താഴത്ത് കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിക്കും. മാർച്ച് 3 രാവിലെ 9:30 മുതൽ 11:30 വരെ യുവാക്കൾക്കുള്ള ക്ലാസ്, 11:30 മുതൽ 12:30 വരെ വിശുദ്ധ കുർബാനയും ഉണ്ടാകും. നിരവധി ആളുകൾ എത്തിച്ചേരുന്ന കൺവെൻഷനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. ഫെബ്രുവരി 29, മാർച്ച് 1, 2 തീയതികളിൽ രാവിലെ 9:30 മുതൽ 12:30 വരെയും ഉച്ചതിരിഞ്ഞ് 3 മുതൽ 4:30 വരെയും കുംഭസാരമുണ്ടാകും. ഫൊറോന പള്ളിയുടെ ചുറ്റുമുള്ള സ്ഥലങ്ങളിലേക്ക് വാഹന സൗകര്യമുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ഫാദർ പോൾ തേക്കാനത്ത്, ഫാദർ ജസ്റ്റിൻ എലുവത്തിങ്കൽ, പ്രോഗ്രാം കൺവീനർ ബിജു പുളിക്കൻ എന്നിവർ പങ്കെടുത്തു. ആമ്പല്ലൂർ ജോർജ് ടൗണിൽ ഈ വരുന്ന ഫെബ്രുവരി 28, 29, മാർച്ച് 1, 2, 3 തീയതികളിൽ ബഹുമാനപ്പെട്ട ഡാനിയൽ പൂവണ്ണത്തിൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ ഒരു ബൈബിൾ കൺവെൻഷൻ നടക്കുകയാണ്.
ഉച്ചതിരിഞ്ഞ് 4:30 മുതൽ ജപമാലയോടുകൂടി ആരംഭിച്ച് 5 മണിക്ക് വിശുദ്ധ കുർബാന, തുടർന്ന് വചനപ്രഘോഷണം. ആബ 2024 പുതുക്കാട് ഫൊറോനയിലുള്ള 19 ഇടവകക്കാർ ഒരുമിച്ച്, ഇടവ വികാരിച്ചന്മാരും സിസ്റ്റേഴ്സും ഇടവക ജനവും ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ഒരു ആത്മീയ വിരുന്ന് വചന പ്രഘോഷണമാണ് ആബ 2024. ഇതിനെടുത്തിരിക്കുന്ന വചനം, ഈ ചെരുവിൽ ഒരുവനും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 14-ാം തിരുവചനമാണ്. പുതുക്കാട് ഫൊറോനയുടെ കീഴിൽ നടത്തുന്ന ഈ ആബ ബൈബിൾ കൺവെൻഷൻ ഫാദർ ഡാനിയൽ പൂർണ്ണത്തിൽ മൗണ്ട് കാർമൽ റിട്രീറ്റ് സെൻറ്റർ തിരുവനന്തപുരത്ത് ഫാദർ ഡാനിയൽ പൂർണ്ണത്തിൻ്റെ നേതൃത്വത്തിലാണ് ചെയ്യുന്നത്. ആദ്യത്തെ ദിവസത്തെ വിശുദ്ധ കുർബാന 5 മണിക്ക് ആൻഡ്രൂസ് താഴത്തെ പിതാവിൻ്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. കുറുമാലിപ്പുഴയിൽ താൽക്കാലിക ചിറകളുടെ നിർമ്മാണം ചൊവ്വാഴ്ച ആരംഭിക്കും. ചിറ നിർമ്മാണത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച രാവിലെ 9 മണി മുതൽ ചിമ്മിനി ഡാമിൽ നിന്നുള്ള ജലവിതരണം നിർത്തിയതായി അധികൃതർ അറിയിച്ചു. കുറുമാലിപ്പുഴയുടെ ഇരുകരകളിലും ജലദൗർലഭ്യമുണ്ടായതോടെ ചിറ നിർമ്മാണം അടിയന്തരമായി പൂർത്തീകരിക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. സാധാരണഗതിയിൽ ഡിസംബർ മാസത്തിൽ ചിറ നിർമ്മാണം നടക്കേണ്ടതാണ്. ഇടയ്ക്ക് ലഭിച്ച ശക്തമായ വേനൽമഴ മൂലം ഏനമാവ് ബണ്ട് പൊട്ടിയത് പുഴയിലെ ചിറ നിർമ്മാണം വൈകിക്കുകയായിരുന്നു. ജലദൗർലഭ്യത മൂലം കോൾപ്പാടത്ത് വെള്ളമെത്തിക്കേണ്ടി വന്നതും ചിറ നിർമ്മാണം വൈകാൻ കാരണമായതായി അധികൃതർ പറയുന്നു. ചിമ്മിനി ഡാമിൽ ജലവിതരണം നിർത്തുമ്പോൾ 56.65 ആണ് ജലനിരപ്പ്. നിലവിലെ സംഭരണശേഷി 37.97 ദശലക്ഷം മീറ്റർ ക്യൂബാണ്. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡിലെ നവീകരിച്ച മുത്രത്തിക്കര കൈരളി അങ്കനവാടി തുറന്നു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷനായി. KC പ്രദീപ്, NM പുഷ്പാകരൻ, റീന ഫ്രാൻസിസ്, ഷീബ സുരേന്ദ്രൻ, PS ശശി, വിഷ്ണുദാസ്, സുബ്രഹ്മണ്യൻ കൂടപ്പറമ്പിൽ, വാർഡംഗം ഷീന പ്രദീപ്, ICDS സൂപ്പർവൈസർ K ഹേമ എന്നിവർ പ്രസംഗിച്ചു. 3 ലക്ഷം രൂപ ചെലവിലായിരുന്നു നവീകരണം. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് അളഗപ്പനഗർ മണ്ഡലം പ്രസിഡന്റായി ഹരൺ ബേബി ചുമതലയേറ്റു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി C പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. ജിമ്മി മഞ്ഞളി, ആന്റണി കുറ്റൂക്കാരൻ, PT വിനയൻ, സിജോ പുന്നക്കര, ജിജോ ജോൺ, സുന്ദരൻ, സലീഷ് ചെമ്പാറ, വിനോദ് നെന്മണിക്കര, രജനി ഗോപിനാഥ്, ടൈറ്റസ്, മനോജ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ പ്രതീഷ്, നിജോ, അഭിജിത്ത്, അൻസ്, ആൻഡോ എന്നിവർ സന്നിഹിതരായി. കൊതിയൂറും വിഭവങ്ങളുടെ കലവറയുമായി ഒറിഗാനോ ബേക്സ് പറപ്പൂക്കര മുത്രത്തിക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു. സ്വാദിഷ്ടമായ രുചിക്കൂട്ടുകളുമായാണ് ഒറിഗാനോ ബേക്സ് മുത്രത്തിക്കര കാട്ടൂക്കാരൻ കോംപ്ലക്സിൽ ആരംഭിച്ചിരിക്കുന്നത്. ഫാദർ ലിജോ ചിറ്റിലപ്പള്ളി സ്ഥാപനത്തിന്റെ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചു. KK രാമചന്ദ്രൻ MLA ഒറിഗാനോ ബേക്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം NM പുഷ്പാകരൻ, പാലാഴി ക്രിസ്റ്റീന ഹോം ഡയറക്ടർ ഫാദർ പോൾസൺ തട്ടിൽ എന്നിവർ ഉദ്ഘാടന വേളയിൽ ആശംസകളുമായി എത്തിച്ചേർന്നു. ജോയി തട്ടിലിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. ബേക്കറി പലഹാരങ്ങൾ, ശീതളപാനീയങ്ങൾ, ചായ, കാപ്പി, സ്നാക്സ് എന്നിവ ഗുണമേന്മയോടുകൂടി ഒറിഗാനോ ബേക്സിൽ നൽകുന്നു. വിവാഹം, ബർത്ത്ഡേ തുടങ്ങി എല്ലാ ആഘോഷവേളകൾക്കും ആവശ്യമായ കേക്കുകളും മറ്റു ഓർഡറുകളും സ്വീകരിക്കും. ഒറിഗാനോ ബേക്സ് കാട്ടൂക്കാരൻ കോംപ്ലക്സ് മുത്രത്തിക്കര. ഫോൺ 9452526146 9072472371. പ്രവർത്തനം ആരംഭിക്കുകയാണ്. വളരെ വർഷങ്ങളായിട്ട് പരിചയമുള്ള ഒരു ജോയിയുടെ ഈ സ്ഥാപനം വിജയകരമായി മുന്നോട്ട് പോകട്ടെ ആശംസിക്കുന്നു. ഈ സ്ഥാപനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. സ്വതവേ ഇപ്പോൾ നാട്ടിൽ പുതിയ സംരംഭങ്ങൾ എല്ലാവരും തുടങ്ങാൻ ധൈര്യപൂർവ്വം കടന്നു വരുന്നൊരു അന്തരീക്ഷം നമ്മുടെ സംസ്ഥാനത്ത് പൊതുവിലുണ്ട്.
മാപ്രാണം വരെയുള്ള ഈ റോഡ് സൈഡിനെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാം, നിരവധി സ്ഥാപനങ്ങൾ പുതിയതായി ഓരോ ദിവസവും ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മഹനീയ സംരംഭത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഉദ്ഘാടനത്തിനെത്തിയ എൻ്റെ സുഹൃത്തും നമ്മുടെ പുതുക്കാട് MLAയ്ക്കും ഏറ്റവും സ്നേഹത്തോടുകൂടി നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. കൂടാതെ മഹനീയ സാന്നിധ്യമായിട്ടെത്തിയ നമ്മുടെ പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റും പിന്നെ ഈ വാർഡിൻ്റെ മെമ്പറും അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ കുടുംബത്തിലെ ഫാദർ പോൾസൺ തട്ടിലച്ചനും KSKTU പുതുക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാവങ്ങളുടെ പടയണി സംഘടിപ്പിച്ചു. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം TA രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. MV അരവിന്ദാക്ഷൻ അധ്യക്ഷനായി. KSKTU ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും കൊടകര ഏരിയ സെക്രട്ടറിയുമായ KJ ഡിക്സൺ, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, CPM ചെങ്ങാലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PC സുബ്രൻ, PKS കൊടകര ഏരിയ പ്രസിഡന്റ് PV മണി, TB രതീഷ്, TS സന്തോഷ് എന്നിവർ പ്രസംഗിച്ചു. കൊടകര അപ്പോളോ ടയേഴ്സ് കോൺട്രാക്ട് വർക്കേഴ്സ് യൂണിയൻ CITU സമ്മേളനം സംഘടിപ്പിച്ചു. CITU ജില്ലാ സെക്രട്ടറി PK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. KK ഗോപി അധ്യക്ഷനായി. A രാജീവ്, CITU കൊടകര ഏരിയ പ്രസിഡന്റ് AV ചന്ദ്രൻ, സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന PC ഉമേഷ്, MK മോഹനൻ, സന്തോഷ് പാർലം, ജിൽ ആന്റണി, KR ജയശങ്കർ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ A രാജീവിനെ ജനറൽ സെക്രട്ടറിയായും സന്തോഷ് പാർലത്തെ പ്രസിഡന്റായും KK രഞ്ജുവിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മാരാംകോട് പട്ടികവർഗ സങ്കേതം സാംസ്കാരിക നിലയത്തിൽ SC/ST മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ SHO സുജാതൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. കവിയും പരിസ്ഥിതി പ്രവർത്തകനുമായ അബി തുമ്പൂർ ക്ലാസ് നയിച്ചു. ഊരുമൂപ്പൻ സതീഷ്, SC/ST മോണിറ്ററിംഗ് ജില്ലാ കമ്മിറ്റി അംഗം അയ്യപ്പൻ എന്നിവർ പ്രസംഗിച്ചു. വെള്ളിക്കുളങ്ങര ജനമൈത്രി ബീറ്റ് ഓഫീസർമാരായ മുഹമ്മദ് സാലിഹ്, സൈമൺ ജോസ് എന്നിവർ നേതൃത്വം നൽകി. കേരള കത്തോലിക്ക സഭയുടെ ആഹ്വാനപ്രകാരം കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിൽ KCBC മദ്യവിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ മദ്യവിരുദ്ധ ഞായർ ആചരിച്ചു. ദിവ്യബലിക്ക് ഫാദർ ജോൺ പോൾ ENM കാർമ്മികത്വം വഹിച്ചു. മദ്യവിരുദ്ധ സമിതി അംഗങ്ങൾ കാഴ്ച സമർപ്പണം നടത്തി. KCBC മദ്യവിരുദ്ധ കമ്മീഷൻ പുറത്തിറക്കിയ സർക്കുലർ വായിച്ചു. ലഹരി വിരുദ്ധ സന്ദേശം നൽകി. തുടർന്ന് നടന്ന പൊതുയോഗം KCBC രൂപത ഡയറക്ടർ ഫാദർ ജോൺ പോൾ ENM ഉദ്ഘാടനം ചെയ്തു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ സിബിൻ വാഴപ്പള്ളി, KCBC സംസ്ഥാന വൈസ് പ്രസിഡന്റ് അന്തോണിക്കുട്ടി ചെതലൻ, ജോയ് മാളിയേക്കൽ, സിജോ ചിറയത്ത്, ജോസ് കോച്ചേക്കാടൻ, വിനോയ് മംഗലൻ, ലില്ലി ജോസഫ്, ഷെർലി ഷിജു, ഏഞ്ചൽ ഷിജു എന്നിവർ പ്രസംഗിച്ചു. മറ്റത്തൂർ ശ്രീ ഗുരുദേവ കൾച്ചറൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ചികിത്സാ സഹായ വിതരണവും ആദരണ ചടങ്ങും സംഘടിപ്പിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് പ്രസിഡന്റ് സത്യൻ എരിമേൽ അധ്യക്ഷനായി. നാഷണൽ മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡലുകൾ നേടിയ കടമ്പോട് സ്വദേശിനികളായ ഉഷ മാണി, ജിതി സലീഷ്, മനുഷ്യാവകാശ പ്രവർത്തകനായ മുപ്ലിയം സ്വദേശി KG രവീന്ദ്രനാഥ് എന്നിവരെ പഞ്ചായത്ത് പ്രസിഡന്റ് മെമന്റോ നൽകി ആദരിച്ചു. സെക്രട്ടറി സുന്ദരൻ മുത്തമ്പാടൻ, ചക്രപാണി ശാന്തി, മുരളി വെട്ടിയാട്ടിൽ, കോടാലി SN ട്രസ്റ്റ് പ്രസിഡന്റ് CG രാജൻ, ശ്രീനിവാസൻ മൂത്തമ്പാടൻ എന്നിവർ പ്രസംഗിച്ചു. പത്തുകുളങ്ങര ത്രില്ലേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ SSLC+2 വിദ്യാർത്ഥികൾക്കായി പരീക്ഷാ മുന്നൊരുക്ക പരിശീലനവും കരിയർ ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിച്ചു. രേഷ്മ സിജു ക്ലാസ് എടുത്തു. ക്ലബ് പ്രസിഡന്റ് VS അജീർ ബാബു അധ്യക്ഷത വഹിച്ചു. ആദർശ്, നൌഷാദ് ബാട്ടുമൽ, PM സംജാദ്, സെബിൻ അസദ് എന്നിവർ നേതൃത്വം നൽകി. കേരള ജേർണലിസ്റ്റ് യൂണിയൻ തൃശൂർ മേഖലാ യോഗം ആമ്പല്ലൂരിൽ നടത്തി. ജില്ലാ സെക്രട്ടറി ജോസ് വാവേലി ഉദ്ഘാടനം ചെയ്തു. സുരേഷ് എടക്കുന്നി അധ്യക്ഷത വഹിച്ചു. KR ഔസേബ്, രാജു ഡേവിസ് എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ പ്രസിഡന്റായി KR ഔസേബിനെയും സെക്രട്ടറിയായി രാജു ഡേവിസിനെയും ട്രഷററായി സിജി ജോസിനെയും തിരഞ്ഞെടുത്തു. സംസ്ഥാന ഇന്റർ സ്കൂൾ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ വരന്തരപ്പള്ളി CJM HSS വിജയകിരീടം ചൂടി. കോട്ടയം ഗിരിദീപം സ്പോർട്സ് ഹോസ്റ്റൽ ടീമിനെയാണ് ഫൈനലിൽ വരന്തരപ്പള്ളി CJM HSS പരാജയപ്പെടുത്തിയത്. ടൂർണമെന്റിലെ ഏറ്റവും വിലയേറിയ താരമായി യൂണിവേഴ്സൽ അറ്റാക്കർ പോൾ സ്റ്റോമിയും, മികച്ച സെറ്ററായി ആൻഡ്രു അഭിഷേകും, ഏറ്റവും മികച്ച ബ്ലോക്കറായി ആൽബിൻ രാജുവിനെയും തിരഞ്ഞെടുത്തു. പത്തനംതിട്ട പ്രമാടം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരം നടന്നത്. ജോഫി ജോർജ് തെക്കൂടനായിരുന്നു പരിശീലകൻ.
മന്നത്ത് പത്മനാഭന്റെ 54ാമത് സമാധി ദിനം കൊളത്തൂർ NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ആചരിച്ചു. ഇലക്ട്രൽ മെമ്പർ പി നാരായണൻകുട്ടി ഭദ്രദീപം തെളിയിച്ചു. കരയോഗം അഡ്ഹോക് കമ്മിറ്റി കൺവീനർ പ്രവീൺ കുമാർ നെടിയംപറമ്പത്ത്, മുൻ പ്രസിഡന്റ് N വിജയൻ, KMP പണിക്കർ, N രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ബോട്ടണിയിൽ PhD നേടി പുതുക്കാട് സ്വദേശിനി അഞ്ജു ബൈജു. ഭാരതിയാർ സർവകലാശാലയിൽ നിന്നുമാണ് അഞ്ജു PhD നേടിയത്. പുതുക്കാട് ബസാർ റോഡ് ഒല്ലൂക്കാരൻ വീട്ടിൽ ബൈജു ചാക്കോയുടെയും റെനി ബൈജുവിന്റെയും മകളാണ്. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 36 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 26 ഡിഗ്രി സെൽഷ്യസ്. പുതുക്കാട് വൈദ്യുതി സെക്ഷന് കീഴിൽ വട്ടക്കൊട്ടായി മുതൽ മംഗലം തണ്ട് വരെ പുതിയതായി വലിച്ചിട്ടുള്ള 11 kV ലൈനിൽ ചൊവ്വാഴ്ച രാവിലെ മുതൽ വൈദ്യുതി പ്രവഹിക്കുമെന്ന് KECB അധികൃതർ അറിയിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5760 രൂപ, പവന് 46,080 രൂപ. പൂക്കോട് വട്ടനാത്ര പുത്തൻ വീട്ടിൽ ശങ്കരൻ എഴുത്തച്ഛൻ ഭാര്യ നാണിയമ്മ അന്തരിച്ചു. 85 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 9-ന്. ശിവദാസൻ, ശ്രീദേവി, രാധാമണി എന്നിവർ മക്കളും ജിനി, ഗുരുവായൂരപ്പൻ, രാജപ്പൻ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. പാലപ്പിള്ളി വെള്ളിക്കുളങ്ങര വനമേഖലയിൽ വന്യജീവികളുടെ ആക്രമണം തടയുന്നത് സംബന്ധിച്ച് KK രാമചന്ദ്രൻ MLA-യുടെ അധ്യക്ഷതയിൽ ബന്ധപ്പെട്ടവരുടെ യോഗം ചേർന്നു. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന ആമ്പല്ലൂർ ബൈബിൾ കൺവെൻഷൻ ആബ 2024 ബുധനാഴ്ച തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുറുമാലിപ്പുഴയിൽ താൽക്കാലിക ചിറകളുടെ നിർമ്മാണം ചൊവ്വാഴ്ച ആരംഭിക്കും. ചിറ നിർമ്മാണത്തിന്റെ ഭാഗമായി ചിമ്മിനി ഡാമിൽ നിന്നുള്ള ജലവിതരണം നിർത്തി. പറപ്പൂക്കര പഞ്ചായത്തിലെ നവീകരിച്ച മുത്രത്തിക്കര കൈരളി അങ്കനവാടി തുറന്നു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.